السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا وحبيبنا محمد الأمين وعلى آله وصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا ما بعد. പേജ് നമ്പർ 511 അല്ലേ? മിക്കവാറും നമ്മുടെ 512 പേജും കൂടെ ഒന്ന് ഓതി വെച്ചാലോ? അതോ ഈ പേജ് മതിയോ? 2 പേജും കൂടെ ഉണ്ട് ഓതാം. ഒന്നിച്ച് ഒറ്റ ഓത്താണല്ലോ അല്ലേ? അപ്പോൾ 2 പേജ് ഓതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇശാ മഗ്രിബിനിടയിൽ പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഖുർആൻ ഓതിന സമയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عليما عزيزا حكيما إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنين إلى أهلهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا
വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. ഇപ്പം നമ്മൾ എന്തിനാണ് അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ വെക്കുന്നത്, വിജയമായും പരാജയമായും എന്നതാണ് നമ്മൾ ഈ 6 ആയത്തുകളിലൂടെ പഠിച്ചു വെച്ചത്. സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകാനും, എൻ്റെ ഒന്നിച്ചു പറഞ്ഞാൽ കിട്ടുന്ന അതാണ്, സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകാനും അവരുടെ വീഴ്ചകൾ മായ്ച്ചു കളയാനും, ഒപ്പം കപടവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും അള്ളാഹുവിനെക്കുറിച്ച് മോശം ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരെയും ശിക്ഷിക്കാനും, അവരോട് അള്ളാഹുവിന് കോപമുണ്ട്, അവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്, അവർക്ക് തിന്മയാണ് വരാനിരിക്കുന്നത്, അവർ നാശിക്കുന്നവരാണ്, വകുന്തും ഖൗമൻ ബൂറ എന്ന് നമ്മളെ പഠിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹുവിന് ഭൂമിയിലും ആകാശത്തും അവൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സൈന്യങ്ങളുണ്ട്. 2 ആയത്ത് ഏകദേശം സമാനമായിട്ടാണ് വരിക. ആദ്യത്തെ ആയത്തിൽ, 4-ാമത്തെ ആയത്തിൽ വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി വകാനല്ലാഹു അലീമൻ ഹക്കീമാണ്. അള്ളാഹുവിന് ആകാശത്തും ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. അതിലേതിനെ എവിടെ നിയോഗിക്കണം എന്നത് സൂക്ഷ്മമായി അള്ളാഹുവിനറിയാം. ആ കാര്യത്തിൽ യുക്തിഭദ്രനാണ് അള്ളാഹുവിൻ്റെ തീരുമാനവും, യുക്തിഭദ്രമാണ് അവൻ്റെ നിലപാടുകൾ, തെറ്റുകയില്ല. ഇനിയുള്ളപ്പോൾ നമ്മൾ വായിക്കാൻ പോണ ആയത്ത്, 7-ാമത്തെ ആയത്ത് ഇത് തന്നെയാണ്, വലില്ലാഹി മാഫിസ് സമാവാതി വൽ അർള്. പക്ഷേ അവസാനം പറയുന്നത് വക്കാനല്ലാഹു അസീസൻ ഹക്കീമാണ്. ഏത് സൈന്യത്തെ എവിടെ നിയോഗിക്കുവാനും ശക്തിയുള്ള പ്രതാപവാനാകുന്നു അള്ളാഹു. അപ്പോൾ ഒന്ന്, അള്ളാഹു സൂക്ഷ്മമായി എവിടെ നിയോഗിക്കണം, ആരെ നിയോഗിക്കണം, എപ്പോൾ എങ്ങനെ നിയോഗിക്കണമെന്നറിയുന്നവനാണ്. അതാരെയാണ് തീരുമാനിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ അവരിലൂടെ അത് നടപ്പാക്കാൻ കഴിവുള്ളവനുമാകുന്നു. ഈ കാറ്റായും മഴയായും വെയിലായും തണുപ്പായും ഇടിയായും മിന്നലായും ഒക്കെയുള്ളത് അള്ളാഹു ഓരോ സമയത്ത് ചില സമുദായങ്ങൾക്ക് നേരെ ശിക്ഷയായും മറ്റു ചില സമുദായങ്ങൾക്കും ചില വ്യക്തികൾക്കും രക്ഷയായും ഒക്കെ നിയോഗിച്ചത് ചരിത്രങ്ങളിൽ കാണാം. ഇടിനാദം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവർ, ഇൻകാനത്ത് ഇല്ല സ്വൈഹത്തൻ വാഹിദത്തൻ ഫൈദാഹും ഖാമിദൂൻ. അവിടെ ഇടിനാദമാണ് അള്ളാഹുവിൻ്റെ സൈന്യമായി പ്രവർത്തിച്ച് ശിക്ഷയായത്. സഖറഹ അലൈഹിം വഅമ്മ ആദും വഅമ്മ സമൂദ് ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആത്തിയ സഖറഹ അലൈഹിം 7 ലയാലിൻ വ8 അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ വഅമ്മാ സമൂദ് ഫഉഹ്ലികൂ അമ്മ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആത്തിയ. ആദ് സമുദായത്തെ 7 ഒരാഴ്ചക്കാലത്തോളം രാപ്പകൽ വ്യത്യാസമില്ലാതെ വീശിയടിച്ച കൊടുങ്കാറ്റിനെ നിയോഗിച്ചാണ് അള്ളാഹു സമ്പൂർണ്ണ നാശം വരുത്തിയത്. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സൈന്യമായി പ്രവർത്തിച്ചത് കാറ്റാണ് അല്ലേ. ഇനി അപ്പുറത്തൊക്കെ നോക്കാണ്, വലക്കത് നാദാന നോഹം ഫല നിഅമൽ മുജീബൂൻ. നോഹ നബി നമ്മളോട് പ്രാർത്ഥിക്കുന്നു, നാം അതിന് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ പ്രതികരിക്കുന്നു. ഉത്തരം എന്താണ് സംഭവം? ഫഫതഹ്നാ അലൈഹിം അബ്വാബ സ്സമാഇ ബിമാഇൻ മുൻഹമിർ
വഫജ്ജർനൽ അർള ഉയൂനൻ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. ആകാശ കവാടങ്ങൾ തുറന്നിട്ടു എന്നാ പറഞ്ഞു. ഇനി അവിടെ ഒരു തുള്ളി ബാക്കിയില്ലാത്ത രൂപത്തിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് എടുത്തു കൊട്ടി ഭൂമിയിൽ നിന്ന് ഉറവയും വെള്ളമല്ലാതെ യാതൊന്നുമില്ലാതായി പർവ്വതങ്ങൾ മൂടിപ്പോകുന്ന രൂപത്തിൽ വെള്ളം. അവിടെ അല്ലാൻ്റെ സൈന്യമായി പ്രവർത്തിച്ചതാരാ? വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി വകാനല്ലാഹു അസീസൻ ഹകീം. നോക്കിക്കോളൂ, ഇതിൻ്റെ തന്നെ വേറെ ഒരു രണ്ടവസ്ഥ. സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് ഇതേ കാറ്റിനെ അള്ളാഹു എന്താക്കിയിട്ടാണ് കൊടുത്തത്? അനുഗ്രഹമായിട്ടാണ് കൊടുത്തത്, അല്ലേ? മറ്റുള്ളവർ ഒരു മാസം കൊണ്ട് സഞ്ചരിക്കുന്ന വഴിയിൽ സുലൈമാൻ നബിക്ക് തൻ്റെ കപ്പലിനെ ഒരു രാത്രി കൊണ്ട് എത്തിക്കാൻ കഴിയുമായിരുന്നത് അദ്ദേഹം നിശ്ചയിക്കുന്നിടത്ത് ആഗ്രഹിക്കുന്നിടത്തേക്ക് കപ്പൽ കൊടുങ്കാറ്റിൻ്റെ പിന്തുണയോടുകൂടി അതിശീഘ്രം കുതിച്ചു പായുമായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ സുലൈമാൻ നബിയുടെ അനുകൂല ഘടകമായി അള്ളാഹു ഉപയോഗിച്ചത് നേരത്തെ സർവനാശത്തിന് ഉപയോഗിച്ച അതേ കാറ്റിനെയാണ്, അല്ലേ? മൂസാ നബിയുടെ ജനതയെ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അർസൽനാ അലൈഹിം അത്തൂഫാന വൽ ജറാദ വൽ കുമ്മല വൽ ലഫാദിയ വദ്ദമ ആയാത്തി മുഫസ്സലാത്ത് എന്നാണ്. പേന്, തവള, വെള്ളപ്പൊക്കം, വെട്ടുകിളി, രക്തം, കൊടുങ്കാറ്റ് മുതലായവ നിരന്തരമായി അവർക്കെതിരെ അള്ളാഹു തൻ്റെ സൈന്യങ്ങളായി നിയോഗിച്ചു. ഖന്തക്ക് യുദ്ധത്തിലേക്ക് വരുമ്പോൾ അവിടെ ശത്രുക്കൾക്കെതിരെ ആയുധമായും വിശ്വാസികൾക്ക് രക്ഷയായും അള്ളാഹു ഉപയോഗിച്ചത് തണുപ്പിനെയും കാറ്റിനെയുമാണ്. ശത്രുപാളയെങ്കിൽ കൊടുങ്കാറ്റടിച്ച് വീശി അവരുടെ അടുപ്പും കല്ല് വരെ പറന്നുപോയി, അവരുടെ ഉടുതുണി പാറിപ്പോയി, അവരുടെ ടെൻറ്റുകൾ പറന്നുപോയി. തൊട്ടിപ്പുറത്തുള്ള മുസ്ലിം പാളയത്തിൽ അങ്ങനെ ഒരു കാറ്റിൻ്റെ സൂചന പോലും ഇല്ലതാനും. അവിടെ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിൽ പാളയം ശത്രുക്കളുടെ 10,000 പടയുടെ പാളയം തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ ശബ്ദകോലാഹലങ്ങൾ ഇപ്പുറത്തിരുന്ന് മുസ്ലിമീങ്ങൾ കേൾക്കുന്നു. അനുകൂല സൈന്യമായും പ്രതികൂല സൈന്യമായും ഒരേ സമയത്ത് ഉപയോഗിക്കുന്നത് കാറ്റിനെയാണ്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി വകാനല്ലാഹു അലീമൻ അസീസൻ ഹകീമ. 2 കൂട്ടി വായിച്ചാൽ അള്ളാഹു എവിടെ ഏതിനെ നിയോഗിക്കണമെന്ന് യുക്തിഭദ്രമായ തീരുമാനമെടുക്കും. അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരം അവനുണ്ട്. ആ സൈന്യത്തെ വിട്ട് നിയോഗിച്ച് അവിടെ ഉദ്ദേശിച്ച രൂപത്തിൽ ആ ശിക്ഷ നടപ്പാക്കാനുള്ള കഴിവും പ്രതാപവും അതും അള്ളാഹുവിനുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദുനിയാവിൽ ഒന്നുമല്ല എന്നിടത്താണ്. അതിന് കാറ്റിന് മാർത്താർ ഈത്താന്ന് പേരിട്ടിട്ട് നമ്മളിങ്ങനെ വല്ല ശാസ്ത്രകാരമായിട്ട് ഇങ്ങനെ നടക്കണതല്ല കാര്യം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഇമാം ബുഖാരി ബുഖാരിയുടെ സ്വഹീഹിൽ കാണുന്നൊരു വചനം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തെന്തറിയോ? മദീനയിൽ ഒരു നേരിയ കാറ്റ് വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബേജാറ് പിടിക്കുമായിരുന്നു. ബേജാറ് പിടിച്ചിരുന്നിടത്ത് നിന്ന് എഴുതിയിട്ട് കണ്ണും മുഖവും ഒക്കെ നിലയിലായി, നമ്മൾ പറയില്ലേ, കണ്ണും മുഖമൊക്കെ നിലയിലായിട്ട് ബേജാറ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കയ്യിങ്ങനെ പിന്നാക്കം കെട്ടിനാണ്ടും നോക്കിയിട്ടങ്ങനെ ബേജാറ് പിടിച്ചിട്ട് പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, എന്താണ് നബിയെ, എന്താ ഒരു ബേജാറ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇതേപോലെ ഒരു ഇളം തെന്നലാണ് കൊടുങ്കാറ്റായി ആദ് സമുദായത്തെ ഒന്നുമല്ലാതാക്കിയത്. നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാറ്റടിച്ച് വീശുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറഹാ, ഈ കാറ്റുകൊണ്ടുള്ള ഗുണം, വഖൈറ മാ ഫീഹാ, ഈ കാറ്റിൽ അടക്കം ചെയ്ത ഗുണം, വഖൈറ മാ ഉർസിലത് ബിഹി, കാറ്റിനെ നിയോഗിക്കുമ്പോൾ നിനക്കൊരു ലക്ഷ്യമുണ്ടാകും, ആ ലക്ഷ്യത്തിൻ്റെ ഗുണവും നീ എനിക്ക് നൽകണമേ. വഅഊദു ബിക മിൻ ശർരിഹാ, ഈ കാറ്റിന് തിന്മ വരുത്താൻ കഴിയും, ആ തിന്മയിൽ നിന്നും
വശരി മാഫിഹ, ഈ കാറ്റിൽ അടക്കം ചെയ്യപ്പെട്ട തിന്മയിൽ നിന്നും. ഒന്നും വേണ്ട, കാറ്റടിക്കുന്നു, പുറമേയുള്ള വെണ്ണീർ പാറിപ്പോകുന്നത് പോലെ അകത്തുള്ള അടുപ്പിൽ നിന്ന് തീയും പാറി വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഈ കാറ്റുകൊണ്ട് എന്തോ ഒരു ആർക്കൊക്കെയോ എതിരിലുള്ള ഒരു തിന്മ കൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് എന്നെ നേരെ ആവാതെ കാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. മുസ്ലിമീങ്ങൾക്ക് എത്ര ആൾക്കറിയാം? അപ്പോൾ മുഅ്മിനീങ്ങൾ ഇതെന്നെങ്കിലും അതൊന്നൊന്ന് കേട്ട് പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി. ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി വ കാനല്ലാഹു അസീസൻ ഹക്കീമ. എവിടെയും ഏത് രൂപത്തിലും നമുക്കനുകൂലമായും പ്രതികൂലമായുമുള്ള വിധികളുണ്ടാവാം അല്ലേ? അള്ളാഹു നമ്മളെ അവൻ്റെ വിധികളെല്ലാം നമുക്ക് ദുനിയാവിലും പരലോകത്തും അനുകൂലമാക്കി തരുമാറാവട്ടെ. ഇനി പുതിയൊരു വിഷയമാണ്. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? പല ഉത്തരവാദിത്തങ്ങളും പല ഗുണഗണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 എണ്ണാണിത്. ഇന്നാ അർസൽനാക ശാഹിദൻ, നാം താങ്കളെ ജനങ്ങളുടെ സാക്ഷിയായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. ഐ വിറ്റ്നസ്സാണ്. ജനങ്ങളിൽ താങ്കൾ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കേണ്ടവനാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ സാക്ഷിയായി ദുനിയാവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നത്, അതുപോലെ നിങ്ങളത് മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കണം. അപ്പോൾ റസൂൽ തൻ്റെ ദൗത്യം പൂർണ്ണാർത്ഥത്തിൽ നിറവേറ്റിയിട്ടുണ്ട്. ഒരു മുസൽമാൻ്റെ വിശ്വാസം എങ്ങനെയാവണം, ആരാധന എങ്ങനെയാവണം, സംസാര മര്യാദകൾ എങ്ങനെയാവണം, എന്തെങ്ങനെയെല്ലാം ആവണം, എങ്ങനെയെല്ലാം ആയിക്കൂടാ എന്ന് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ വരച്ചു കഴിച്ചിട്ടുണ്ട്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാഅ ലൈലഹാ കനഹാരിഹാ. കഴിഞ്ഞ എൻ്റെ 63 വർഷക്കാലത്തെ ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിൻ്റെ വ്യക്തിപരവും കുടുംബപരവും രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളും പകൽ പോലെ അതിൻ്റെ ഇരുട്ടും പ്രകാശമുള്ളതാണ്. ലാ യസീഗു അൻഹാ, അതിൽ നിന്ന് പിഴച്ച് വേറെ ഒരു രീതിശാസ്ത്രം സ്വീകരിക്കുകയില്ല. ഇല്ലാ ഹാലിക്, നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ. നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ആ സുന്നത്തിനോട്, ആ മാർഗത്തോട്, ആ മാതൃകയോട് വിമുഖത കാണിക്കുകയില്ല. ഇന്നാ അർസൽനാക ശാഹിദൻ, അതൊരു വലിയ വിഷയമാണ് സംഗതി. മാമിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്നത്തി ഇല്ലാ വഖദ് നബ്ബഅതുകും ബിഹി. നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റുന്ന ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഒന്നൊഴിയാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും ബാക്കി വെച്ചില്ല. വമാമിൻ ഷൈഇൻ യുബഇദുകും അനിന്നാരി ഇല്ലാ വഖദ് നബ്ബഅതുകും ബിഹി. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളും ഒന്നൊഴിയാതെ എത്ര നിസ്സാരമായതാണെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ പള്ളിയിൽ കണ്ട ഒരു കരട് എന്നാ ഞങ്ങൾ പറയാ. എന്താ നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയാ അല്ലേ? കരട് കുറുമ്പ് എന്നൊക്കെയാണ് അവിടെ പറയാ. പള്ളിയിൽ കണ്ട ഒരു നൂലിൻ്റെ കഷ്ണം, ഒരു കരട്,
എടുത്തു മാറ്റാതെ കടന്നു പോകുന്നവന് വെച്ച ശിക്ഷ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു. അത് മാത്രം ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ അറിയോ? അത് പള്ളിയിലെ ജോലിക്കാരൻ്റെ ഡ്യൂട്ടിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് സംഘടനാ വ്യത്യാസമില്ലാതെ പള്ളി പരിപാലനക്കാരും കമ്മിറ്റിക്കാരും പള്ളിയിൽ പങ്കെടുക്കുന്നവരും. അവനവൻ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ തൊട്ട് മുമ്പിൽ ഒരു ഈർക്കിലിൻ്റെ കഷ്ണമോ ഒരു നൂലിൻ്റെ കഷ്ണമോ കണ്ടാൽ നമ്മളെ മറ്റവനോട് വിളിച്ചോളി എന്നാ പറയല്, ദത്തൊന്നാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറയും. അതൊന്നാണ്ട് എടുത്ത് പോക്കറ്റിക്കിടാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ലേ? ഒരു മാറാല കണ്ടാൽ ഒരു കൊള്ളിയിൽ എടുത്താണ് നമുക്കിതൊന്ന് തട്ടുകയെന്ന് പറയാൻ വല്ല ബുദ്ധിമുട്ട് ഇരിക്കണ്ടോ? നമുക്കുണ്ടോ? പക്ഷെ അത് തട്ടാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മളാണ് തീരുമാനിച്ച് നമ്മൾ ഒഴിവായി. പള്ളിയിൽ കാണുന്ന ഒരു നേരിയ സാധനം അവിടെ നിന്ന് എടുത്തു മാറ്റാത്തതിൻ്റെ ശിക്ഷ എനിക്ക് കാണിക്കപ്പെട്ടു. അപ്പോൾ തന്നെ പറഞ്ഞു, പള്ളിയിൽ കണ്ട, പണ്ട് മണലാണല്ലോ, പള്ളിയിൽ കണ്ട ഒരു കഷ്ണം കഫം അത് മൂടിക്കടന്ന് അതിൻ്റെ മുകളിലേക്ക് ഒരു മണലിങ്ങനെ കുറച്ചാണ്ട് തട്ടിയിട്ടിട്ട് കടന്നു പോയവന് കിട്ടിയ കൂലിയും എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുണ്ട്? സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു വചനം കാണാം. അദ്ദേഹം ഇരിക്കുന്ന സദസ്സിൽ യഹൂദികളും കപടവിശ്വാസികളും അദ്ദേഹത്തെ കളിയാക്കൻ, നബി വന്നതാത്ര പേർക്ക് എന്താ അയാൾ വരെ പഠിപ്പിച്ചു കൊടുക്കണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവരുടെ ശൈലി അങ്ങനെ തന്നെ ഉപയോഗിച്ചാട്ടോ. എന്താ ഇപ്പം മുഹമ്മദ് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കണത്? മൂത്രമൊഴിക്കാനിരിക്കേണ്ടത് എങ്ങനെയാ, എവിടേക്ക് തിരിഞ്ഞിരിക്കണം, ഇതൊക്കെ പഠിപ്പിക്കാനാണ് ഒരു നബി വന്നിട്ടുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ മാനക്കേട് തോന്നും. ഓ, ആ പറഞ്ഞത് ശരിയാണല്ലോ, ഇതൊന്നും ഇപ്പോൾ നബി പഠിപ്പിക്കേണ്ടതല്ലല്ലോ. പക്ഷെ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ അജൽ, അതേടാ, അതെ, എങ്ങനെ ഇരിക്കണമെന്നും എവിടൊക്കെ തിരിഞ്ഞിരിക്കണമെന്നും എങ്ങനെ മൂത്രമൊഴിച്ചാൽ കഴുകി വൃത്തിയാക്കണമെന്നും അതെന്തുകൊണ്ടെല്ലാം ആവണമെന്നും എന്തുകൊണ്ടെല്ലാം ആയിക്കൂടാ എന്നും വിശദമായി തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നീ പറയും, ഇന്നാ അർസൽനാക ഷാഹിദൻ, അതൊരു വെറുപ്പാക്കാണോ? നിങ്ങളെ എങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാക്കാം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ നോക്കിപ്പഠിക്കണം, കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കണം, ചോദിച്ചറിഞ്ഞ് പഠിക്കണം. അവിടെയുണ്ട് അതിൻ്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോ കാണി, അദ്ദേഹം ഒരു നമ്മെപ്പോലെ ഒരു സാധാരണക്കാരനാണ് എന്ന് നമുക്ക് പറയാമോ, ചിന്തിക്കാമോ, വിശ്വസിക്കാമോ, അങ്ങനെ വിചാരിക്കാമോ? ഇല്ല. കാരണം ഞാനല്ലല്ലോ നമ്മുടെ റോൾ മോഡല്, ലോകത്തെ മറ്റ് മുഹമ്മദുമാരല്ലല്ലോ നമ്മുടെ റോൾ മോഡല്. ആ പേര് കേൾക്കുമ്പോൾ മാത്രമാണല്ലോ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്. നാട്ടിലൊരു മുഹമ്മദിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം മറ്റു മുഹമ്മദുമാരെ പോലെയോ മറ്റു മുസ്ലിങ്ങളെ പോലെയോ ഉള്ള ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം മനുഷ്യനായിരുന്നു എന്നതാണ് പ്രത്യേകത. മനുഷ്യനുണ്ടായിരുന്നതെല്ലാം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യർക്കില്ലാത്ത പലതും ഉണ്ടായിരുന്നു, അല്ലേ? അത് ഏറ്റവും ലളിതമായി പറയാൻ പറ്റുന്ന സംഗതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന മുഹമ്മദുമാരുടെ ആരുടെ പേര് കേട്ടാലും നമ്മുടെ മനസ്സിലൊരു സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നില്ല, അല്ലേ? പക്ഷേ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയാതെ പറയില്ലേ, അല്ലേ? അപ്പം അദ്ദേഹം മുജാഹിദുകളെങ്കിലും അത് മനസ്സിലായിക്കില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു വരുത്തുന്നത് നമ്മളായി വഴിവെച്ചു കൊടുത്തത് കൊണ്ടായിക്കൂടാന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. തിരുത്തേണ്ടവരാണ് നമ്മൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സുന്നത്ത് എടുക്കുന്നവനാണ് സുന്നി. നമ്മൾ നെയ്യപ്പങ്ങളായിക്കൂടാന്നർത്ഥം, അല്ലേ? പേര് സുന്നി എന്നാണ്, പക്ഷെ അതിലെന്തില്ല, സുന്നത്തില്ല. ഏതുപോലെ പേര് നെയ്യപ്പം എന്നാണ്. മരുന്നിന് പോലും നെയ്യ് അതിൽ ചേർക്കാറില്ല എന്നതുപോലെ
ആയിക്കൂടാ. നമ്മൾ ഇന്നാ അർസൽനാക ഷാഹിദൻ, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറയാണ്, ആളുകളുടെ മുമ്പിലാണ് നിന്ന് നിസ്കരിച്ചു കൊടുത്തിട്ട് പറയാണ് അവിടുന്ന്, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഇതാ ഇപ്പം കണ്ടില്ലേ ഞാൻ നിസ്കരിക്കുന്നത്, ഇതുപോലെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടതെന്ന്. ആ മഹാമനീഷി കടന്നുപോയി. എന്നിട്ട് വർഷം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ ആ പള്ളിയിൽ വന്ന് നിന്ന് നിസ്കരിക്കുന്നു. അപ്പോൾ അത് സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൻ്റെ മുമ്പിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് കാണണോ എങ്കിൽ ഈ കുട്ടിയെ നോക്കിയാൽ മദീന, അത് റസൂലിൻ്റെ നിസ്കാരമാണത്, അലിയുടെ നിസ്കാരമല്ല. ആ ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹു ആ നിസ്കരിക്കുന്നത് റസൂലിൻ്റെ നിസ്കാരമാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ. നമ്മൾ 10 ആളുകൾ നിന്നാൽ 10 ആളുടെ കയ്യിൽ നെഞ്ചിൻ്റെ 10 ഭാഗത്ത് 10 കോലത്തിലാണ് അല്ലേ? ഇതിൽ എന്നെ പറയാൻ പറ്റുമോ? മിസ്കാത്തി അറിവും പഠിപ്പൊക്കെ ഉള്ള ആളാണ്, റസൂൽ നിസ്കരിക്കുന്ന പോലെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. നിങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പോൾ പൂർണ്ണരാണ്, നമ്മളാണ് ഏറ്റവും ശരിയിലുള്ളവർ എന്ന് നമ്മൾ പറയാം? മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നതുകൊണ്ടാണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ആയത്ത് ഒന്നുകൂടി വായിക്കുക, ഇന്നാ അർസൽനാക ഷാഹിദൻ അല്ലേ? നാം അങ്ങയെ ജനങ്ങൾക്ക് സാക്ഷിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ സാക്ഷിത്വത്തെക്കുറിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി, ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ. ഇത്രയും സമ്പൂർണനായി വിശുദ്ധനായി ഇത്രയും സൂക്ഷ്മതയോടുകൂടി ഒന്നൊഴിയാതെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് പഠിപ്പിച്ച് ശീലിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഈ മഹാമനുഷ്യനോട് അള്ളാഹു പറയുക, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ജനത്തിൻ്റെ സാക്ഷിയായി വരേണ്ടി വരും. അപ്പോഴെന്ത് പറയാനുണ്ടാകും ന്യായം എന്നോർത്തു നോക്കിയിട്ടുണ്ടോ? നമുക്കങ്ങനെ ഒരു ബേജാറുമില്ല അല്ലേ? നമുക്കങ്ങനെ ഒരു ബേജാറ് നമ്മളെക്കുറിച്ചുമില്ല, മറ്റുള്ളവർക്ക് കൂടി സാക്ഷി പറയേണ്ടവരായിരിക്കും നമ്മൾ എന്നൊരു ബേജാറ് നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഷഹാദത്ത് കൂനു ശുഹദാഉള്ള, നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാകുവീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയ ഒരു മയ്യത്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് അയാളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്തു. അപ്പോൾ അത് കേട്ട റസൂൽ പറഞ്ഞു, വജബത് വജബത് വജബത്. കുറച്ച് ദിവസം കഴിഞ്ഞാണെന്നും അല്പസമയം കഴിഞ്ഞാണെന്നും റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങളിൽ കാണാൻ മറ്റൊരു ജനാസ കടന്നുപോയി. ആളുകൾക്ക് അയാളെക്കുറിച്ച് മോശമായതേ പറയാനുള്ളൂ. അത് പറഞ്ഞവർ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത് വജബത് വജബത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി നേരത്തെ ഒരാൾ കടന്നു പോയപ്പോൾ നിങ്ങൾ വജബത്ത് 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 എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാണല്ലോ പറഞ്ഞത്, അതെന്താ അങ്ങനെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്നൈതും അലാ അഹദിൻ, നിങ്ങൾ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം ഉറച്ചു. നിങ്ങൾ ഒരാളെക്കുറിച്ച് ചീത്ത പറഞ്ഞാൽ, ഓർമ്മിച്ചെടുത്താൽ അയാൾക്ക് നരകവും ഉറച്ചു. അപ്പം അങ്ങനെ കൈവച്ചിട്ട് സുബ്ഹാനല്ലാഹ്, എന്താ ഞങ്ങൾ ഈ കേൾക്കണത് എന്നുള്ള വിചാരത്തിൽ സ്വഹാബത്ത് നബി പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഭൂമിയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. ചുരുക്കത്തിൽ നമ്മൾ ആർക്കു വേണ്ടി സംസാരിക്കേണ്ടവരാണ്? നമ്മൾ ആർക്കു വേണ്ടി നിലകൊള്ളേണ്ടവരാണ്? അള്ളാഹ്ക്കു വേണ്ടി അല്ലേ? അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. അള്ളാഹുവാണ് നമ്മളെ ഈ ദൗത്യമേൽപ്പിച്ചത്. സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യമുന്നൂന അലൈക അൻ അസ്ലമു,
മദീനയിൽ ചില അറബി ഗോത്രങ്ങൾ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കാണായിരുന്നു, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഇപ്പം നിങ്ങളിങ്ങനെ സുരക്ഷിതമായി ജീവിച്ചത്, ഞങ്ങളെങ്ങാനും നിങ്ങളോട് എതിർക്കാൻ വന്നിരുന്നെങ്കിൽ നിങ്ങളെ കഥ കുമ്പളങ്ങായി പോയിരുന്നു എന്ന് വീമ്പടിക്കാറുണ്ട്. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്കോ അള്ളാഹിൻ്റെ ദീനിനോ ഒരു കുഴപ്പം വരാൻ പോണില്ല. അവിടെ നിങ്ങൾ മുസ്ലിങ്ങളായ ദാക്ഷിണ്യൊന്നും ഞങ്ങളോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞേക്ക്. വലാകിൻ അല്ലാഹ യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങളെ മുഅ്മിനുകളാക്കിയത് അള്ളാഹു നിങ്ങളോട് ചെയ്ത ദാക്ഷിണ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെയും നിങ്ങൾ? ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും. അപ്പുറത്തെ വീട്ടിൽ ശിർക്ക് നടക്കുന്നു, ഇപ്പുറത്തെ വീട്ടിൽ ശിർക്ക് നടക്കുന്നു, അതിനപ്പുറത്ത് ശിർക്ക് നടക്കുന്നു, ഇതിനിപ്പുറത്ത് ശിർക്ക് നടക്കുന്നു, ഇതിൻ്റെ നടുക്കുള്ള വീടുകളിൽ പടച്ചോൻ എന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഞാൻ പടച്ചോനാന്ന് പറഞ്ഞിരിക്കുന്നു, വേറൊരാൾ ആ പടച്ചോൻ്റെ പബ്ലിഷറായി അതിൻ്റെ അവിടുത്തെ പരസ്യ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ മാത്രം ഇങ്ങനെ തൗഹീദ് കൊണ്ട് ജീവിക്കണത് എൻ്റെ ഗഡ്സ് കൊണ്ടാണ് മുഅ്മിനീങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അറാബികളുടെ ചിന്തയാണ്. അവിടെ അത് മാറ്റണം. വലാകിന്ന ബലില്ലാഹ യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാൻ, ഈ കൂട്ടത്തിനിടയിൽ നിന്ന് നമ്മളെ മാത്രം ഇങ്ങനെ പിടിച്ചു നിർത്തിയത് അള്ളാഹു നമ്മളോട് ചെയ്ത വലിയ ദാക്ഷിണ്യമാണ്, ദയവാണ്. അതിന് നമ്മൾ നന്ദിയുള്ളവരാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വമുബശ്ശിറൻ, രണ്ടാമത്തെ ഡ്യൂട്ടി, സന്തോഷവാർത്ത അറിയിക്കേണ്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്. എന്ത് സന്തോഷവാർത്ത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർക്ക് മരണാനന്തര ജീവിതത്തിൽ ഭയപ്പെടേണ്ടി വരില്ല എന്ന് സന്തോഷവാർത്ത അറിയിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം. രണ്ടാമത്തേത് അത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ, അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലേ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത് ശരിയാണ്, സത്യസന്ധമാണ്, ആത്മാർത്ഥതയോടെയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കേണ്ടത് എന്നെ പിന്തുടർന്നുകൊണ്ടാണ്. എന്നെ പിന്തുടർന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതുമെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അത്രമാത്രം വലിയ വചനാക്കാണി. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നത് നമ്മൾ തെളിയിക്കേണ്ടത് അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് പ്രകാരം നമ്മൾ അനുസരിച്ച് ജീവിക്കലാണ്. അങ്ങനെ നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ റസൂൽ നമ്മളെ സ്നേഹിക്കുന്നല്ല പറഞ്ഞ, അള്ളാഹു നമ്മളെ സ്നേഹിക്കും. അതിനപ്പുറം അതിനു മുമ്പും അതിന് ശേഷവും നമ്മളിൽ നിന്നുണ്ടായ വീഴ്ചകൾ അല്ലാഹു, പാപങ്ങൾ നമുക്ക് അല്ലാഹു മാപ്പാക്കി തരികയും ചെയ്യും എന്നാണ്. അപ്പോൾ ഈ ഒരു തബ്ശിറത്ത്, സന്തോഷവാർത്ത, ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ മേഖല, ഒരു അഅറാബി വന്ന് മസ്ജിദ് നബവിയിൽ മൂത്രമൊഴിക്കുന്നു. സംഗതി ഞാൻ പിന്നെയും പറയാം, ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, നമ്മളെ കുട്ടികൾക്ക് ഒന്ന് ഇതിങ്ങനെ ടൈൽസ് വേറെ പുതിയ സംവിധാനങ്ങൾ ഇങ്ങനെ കണ്ണാടി മാതിരി നിൽക്കുന്ന പള്ളികളുള്ള കാലത്ത് അത് മാത്രം കണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്താണ്, അവിടേക്ക് അങ്ങനെ ആളുകൾ മൂത്രയിക്കോ എന്ന് ചോദിക്കുന്ന ഇത് പൊട്ടത്തരാണ്, ഇത് വെടിയാണ്. വേറെന്തൊരു സംഗതി തള്ളാണെന്നല്ലേ, ഇത് തള്ളാണ് എന്ന് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്ക് തറ തന്നെ ഉണ്ടായിരുന്നില്ല. അതാ മരുഭൂമിയിൽ 4 കാല് നാട്ടിച്ച് അതിൻ്റെ ഉള്ളിലായിരുന്നു പരിപാടിയൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അത് മണലാണ്, അതിൻ്റെ ഉള്ളിൽ ചവിട്ടിയാൽ കാല് പൂന്തിപ്പോകുന്ന താഴ്ന്നു പോകുന്ന സാധാരണ മണൽ. ഇപ്പം മരുഭൂമി കൂടി നടന്നാൽ എന്താണോ അങ്ങനെ തന്നെയാണ്. എന്തായാലും അവിടെ വന്ന ഒരാൾ മൂത്രമൊഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു, സ്വഹാബത്തിരിക്കുന്നു. അവൻ ഇവിടെ വന്നിട്ട് അയാൾ ഇവിടെ വന്ന് മൂത്രമൊഴിക്കുകയും ചെയ്തു. സ്വഹാബത്ത് ഒച്ചയും പുളിയും കൂട്ടി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസ്രിമൂഹു, നിങ്ങൾ അയാളുടെ മൂത്രം മുറിക്കരുത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അയാളുടെ മൂത്രം മുറിക്കരുത്, മൂത്രമൊഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കരുത് എന്ന് ചെയ്യപ്പെട്ടെ.
ഒരു റക്കായത്തിന് 1000 റക്കായത്തിൻ്റെ കൂലിയുള്ള മണ്ണിലാണ് ഈ പണിയെടുക്കണത് അല്ലേ? ദുനിയാവ് കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഗുരുവും ആ ഗുരുവിൻ്റെ മഹാന്മാരായ ശിഷ്യന്മാരും ഇരിക്കുന്നിടത്ത് ഒരു അഴറാബി വന്ന് മൂത്രമൊഴിക്കുന്നു. പഠിച്ചോനെ, നമ്മളെ പള്ളീൻ്റെ പായിലെങ്ങാനും ഒരു 2 വയസ്സുകാരൻ വന്ന് മൂത്രമൊഴിച്ചാൽ ഓനും ഓൻ്റെ വാപ്പാൻ്റെ അപ്പാക്ക് മുഴുവനും നമ്മൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പള്ളിയിൽ പിന്നെ സ്ക്വയർ ഫീറ്റിന് 1000 2000 ഒക്കെ കാർപ്പറ്റാണ് നമ്മൾ ഇടുന്നത്. അതിൽ മൂത്രമൊഴിക്കാൻ പറ്റൂല എന്ന് നമുക്കറിയാം, അത് സങ്കടകരമാണെന്നും അറിയാം. പക്ഷേ ഇവിടെ ഒരു റക്കായത്തിന് 1000 റക്കായത്തിൻ്റെ കൂലിയുള്ള സ്ഥലാ. നമ്മളിതിപ്പോൾ എത്ര നിസ്കരിച്ചാൽ ഈ ഒന്നിന് മാക്സിമം 10 ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. വൽ ഹസനത്ത് ബഅശറത്തി അംസാലിഹ എന്ന് പറഞ്ഞോളല്ലോ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടുകൂടി സ്വഹാബത്ത് ഇരുന്നിടത്ത് അവിടെ ഇരുന്നു, ശബ്ദം താഴ്ത്തി. മൂത്രമൊഴിച്ചിട്ടാണ് നീച്ചുപോയി അയാൾ. കഴുകിയില്ലേന്ന് പോലും ഹദീസിലില്ല കേട്ടോ. അയാൾ മൂത്രമൊഴിച്ച് വൃത്തിയാക്കിയോ ഇല്ലേ എന്ന് പോലും ഹദീസിലില്ല. ഒരു മുസൽമാനാണ് അയാൾ എന്നതുകൊണ്ട് അയാൾ വൃത്തിയാക്കിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പാത്രം വെള്ളം കൊണ്ടുവരി. വെള്ളം കൊണ്ടത് അതവിടെ ഉണ്ട് ഒഴിച്ചാളി. ഒഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ ബുഇസ്തും മുബശ്ശിരീൻ, ഇന്നമാ ബുഇസ്തും മുബശ്ശിരീൻ വലാ മുനഫിരീൻ. നിങ്ങൾ ആളുകൾക്ക് സന്തോഷമുണ്ടാക്കേണ്ടവരാണ്, വെറുപ്പിക്കേണ്ടവരല്ല. സുബ്ഹാനല്ലാഹ്. പേര് മുബശ്ശിറിന, സ്വഭാവം തിരിച്ച. ബാപ്പാക്കും വല്യാപ്പാക്കും അതിൻ്റെ അർത്ഥം അറിയാതെ പോയതാ. എന്നാ അങ്ങനെ ഒന്നും ഡൂലായിരുന്നു. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ എന്ന് വേറൊരിടത്ത്. ആളുകൾക്ക് എളുപ്പമുണ്ടാക്കണം, സന്തോഷമുണ്ടാക്കണം. വലം തുബഅസു മുഅസ്സിരീൻ, ആളുകളെ കഷ്ടപ്പെടുത്തരുത്, എടങ്ങേറാക്കരുത്. അതല്ല നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുസ്ലിം ഉമ്മത്തിൻ്റെ സ്വഭാവമായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് അടിമകളെ വെച്ചുകൊണ്ടിരിക്കാം, പക്ഷേ അവനെ അടിമേ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. നോക്കിക്കോളി, സന്തോഷിപ്പിക്കൽ എങ്ങനെയാണ്. അവനെ നിങ്ങൾ അടിമേ എന്ന് വിളിക്കരുത്, അബ്ദ് അമത്ത് എന്നിങ്ങനെ അവരെ 2 പേരെയും വിളിക്കരുത്. അവൻ ആണാണെങ്കിൽ യാ ഗുലാം, മോനെ എന്ന് വിളിക്കണം. അവൾ പെണ്ണാണെങ്കിൽ യാ ഫത്താത്ത്, മോളെ എന്ന് വിളിക്കണം. നിങ്ങൾ കിടന്നിറങ്ങുന്ന അതുപോലുള്ള ബെഡ്റൂം അവന് കൊടുക്കണം. നിങ്ങൾ 4 കല്യാണം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അവർക്കും അതിന് നിങ്ങൾ സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കണം. കഴിഞ്ഞില്ല, ബാക്കി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം നിങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ കൂടെ ഇരുത്തി കഴിപ്പിക്കണം. ഇയാളുടെ പേര് വിരുന്നുകാരൻ, അടിമാന. ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ കൂടെ കഴിക്കുന്നു, ഞാൻ ധരിക്കുന്ന വസ്ത്രം വഹിക്കുന്നു, ഞാൻ കിടക്കുന്നത് പോലെ ബെഡ്റൂമിൽ താമസിക്കുന്നു, മോളെ മോനെ എന്ന് മാത്രം വിളിക്കുന്നു. ഇങ്ങനെ വിളിക്കപ്പെടുന്ന ഒരാൾ അടിമയാണോ അതോ തുല്യ പദവിയിലുള്ള സഹോദരനാണോ? എവിടെയാണ് ഇസ്ലാം വരുത്തിയ മാറ്റം? ഇന്നമാ ബുഇസ്തും മുബശ്ശിരീൻ എന്ന് പറഞ്ഞതിൻ്റെ ആ താല്പര്യം എത്ര നോക്കാണ്. ഇതിൻ്റെയൊക്കെ അത്ഭുതം. ഇവൻ 4 പെണ്ണ് കിട്ടിയാൽ ഈ 4 പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഉടമസ്ഥനാണ് അല്ലേ? അവൻ്റെ വീട്ടു ചെലവ് നടത്തേണ്ടതും ഉടമസ്ഥനാണ്. അതിന് പകരം എന്ത് ചെയ്യും? അവനെ കൊണ്ട് കഴിയുന്ന ജോലികളൊക്കെയും ഉടമസ്ഥന് ചെയ്തു കൊടുക്കും. അതിൽ അവനെ നിർബന്ധിക്കാൻ പാടില്ല, അവനെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല.
അവനെടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരം അവൻ എടുക്കേണ്ടി വന്നാൽ പകുതി നിങ്ങളും വഹിക്കണം, സഹായിച്ചു കൊടുക്കണം എന്നാണ്. ഇന്നമാ ബുഇസ്തും മുബശ്ശിരീൻ. പക്ഷെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് ഇപ്പം എന്താ? വെറുപ്പല്ലേ, ബുദ്ധിമുട്ടല്ലേ, പ്രയാസല്ലേ, സങ്കടല്ലേ? ഇവർ നമ്മളുടെ അടിമകളാണോ? നമ്മുടെ വീട്ടിലെ ജോലിക്കാർ, കടയിലെ ജോലിക്കാർ, നമ്മളെ കീഴാളരായി ജീവിക്കുന്ന, കീഴുദ്യോഗസ്ഥരായി ജീവിക്കുന്നവർ നമ്മുടെ അടിമകളാണോ? അല്ല. പക്ഷെ ആ ഉടമ മനോഭാവം നമ്മളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ശപിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശപിക്കേണ്ടി വന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഒരു വലിയ സമ്പന്നൻ, അയാളുടെ വീട്ടിൽ 5 or 8 ജോലിക്കാർ പറമ്പിൽ വൈകുന്നേരം വരെ പണിയെടുക്കും. 8 മണിക്ക് ബെല്ലാണ്. സ്കൂളിലൊക്കെ ഫസ്റ്റ് ബെല്ലടിക്കുന്നത് പോലെ 7:50 ബെല്ലടിക്കും. എന്തിന്? പണിക്കാർ പണിക്കിറങ്ങണം. 8 മണിക്ക് അടുത്ത ബെല്ലടിക്കും, അപ്പോൾ പണി തുടങ്ങണം. 10 മണിക്ക് ബെല്ലടിക്കും ചായക്ക് കയറാൻ. അങ്ങനെ ബെല്ല് വെച്ചാൽ പണിയെടുപ്പിക്കാം. ഇത് മനുഷ്യൻ ചെയ്യണ പണി എന്തറിയോ? 5 മണിക്ക് ഒരു ബെല്ലുണ്ട് പണി കയറി പോകാൻ. ആൾ മരണപ്പെട്ടു പോയി, അള്ളാഹു മാപ്പ് നൽകുമാറാവട്ടെ. 5 നേരവും തഹജ്ജുദും അടക്കം നമസ്കരിക്കുന്നൊരു മനുഷ്യൻ 5 മണിക്ക് പണി കയറി പോകുന്ന ആളുകളോട് ആ വാഴ ഒന്നിന് പറിച്ച് വെച്ചാൽ, ആ വാഴക്കൂട്ടൊന്നിന് പറിച്ചാൽ 5 വളർന്ന് വെച്ച ആളാണ്. 10 ആളുണ്ടെങ്കിൽ 10 വാഴക്കുട്ടി പറിച്ച് വെച്ചു എന്നുമല്ല. എന്നിട്ട് അയാൾ പറയും, അടുത്ത കൊല്ലം നിങ്ങൾ പണിക്ക് വരുമ്പോൾ ഈ വാഴക്കൊല വെട്ടിയാൽ മതിയാവും നിങ്ങൾക്ക് കൂലി തരാൻ. അടുത്ത കൊല്ലം നിങ്ങൾ പണിക്ക് വരുമ്പോൾ ഈ വാഴക്കൊല വെട്ടിയാൽ മതി നിങ്ങൾക്ക് കൂലി തരാൻ. സീതാലിക്കുട്ടിയാജി നരകത്തിൽ പോകാൻ നിങ്ങൾക്ക് വേറൊന്നും വേണ്ട, ഈ പണി നിർത്തിക്കൊള്ളിന്ന് പറഞ്ഞു ഞാൻ. വാഴ വെപ്പിക്കാം, പക്ഷേ ഈ മനുഷ്യന്മാരെ നെഞ്ഞത്ത് ഇങ്ങനെ ചവിട്ടരുതെന്ന് പറഞ്ഞു ഞാൻ. ഇപ്പോൾ ആളെ പേരും കൂടി ഞാൻ പറഞ്ഞു പോയിട്ടാ. നീ എവിടുത്തേന്നാ നിങ്ങൾ ചോദിക്കരുത്. നമ്മളുടെ നിലപാട് മാറേണ്ടതുണ്ട്, നമ്മളുടെ പരലോകം രക്ഷപ്പെടണമെങ്കിൽ എന്നർത്ഥം. നമ്മുടെ സ്വഭാവം മാറേണ്ടതുണ്ട്. മനുഷ്യരെ തുല്യരായി കാണാൻ കഴിയുന്നിടത്താണ് നമുക്ക് ആളുകൾക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മളെ സ്നേഹിച്ച്, നമ്മളെ ബഹുമാനിച്ച്, നമ്മളുടെ സ്നേഹവും കൃപയും വാത്സല്യവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമുക്ക് വേണ്ടി ഉത്സാഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറ. മൂന്നാമത്തത് വനദീറ. വെറുതെ സന്തോഷ വാർത്ത അറിയിച്ചിട്ട് ഇങ്ങനെ കടന്നു പോകാൻ ഇത് ഓഫർ പ്രഖ്യാപിക്കുന്ന സീസൺ ബിസിനസ് അല്ല. വനദീറ, മുന്നറിയിപ്പും താക്കീതും, ജാഗ്രത മുന്നറിയിപ്പ്, ഭയപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഇൻദാർ എന്നതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നദീർ കൂടിയാണ്, താക്കീതുകാരൻ കൂടിയാണ്. എന്താ താക്കീത്? ഇതാ ഞാനീ പറയുന്നത്. ഇന്നാ വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനോട് പറഞ്ഞത് വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ. ഞാൻ പഠിപ്പിക്കുന്ന ഹിദായത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കൊക്കെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട് എന്നുറപ്പിക്കാം. അതാണ് സന്തോഷ വാർത്ത. ഇന്നാ ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല. സൂറത്ത് ത്വാഹ. എന്നെ അനുസരിക്കാതെ ഞാൻ പറയുന്നതിൽ നിന്ന് പിന്മാറിപ്പോവുകയും ഞാൻ പറയുന്നത് കളവാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കൊക്കെയും ശിക്ഷയുമുണ്ട്. അതാണെന്ത്? താക്കീത്. രാവുണ്ടെങ്കിൽ പകലുണ്ടാവുമല്ലോ. തിരിച്ചു വായിച്ചു നോക്കുകയാണെങ്കിൽ പകലുണ്ടെങ്കിൽ അത് എന്തിൻ്റെ സൂചന? ഇരുട്ട് വരാനുള്ള സൂചന അല്ലേ? വെയിലുണ്ടെങ്കിൽ, തണുപ്പുണ്ടെങ്കിൽ എന്തുണ്ടാകും? അപ്പുറത്തൊരു ഉണ്ടാകൂലേ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന താക്കീതുകൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൻ്റെ അറിവ് ശരിയാണെങ്കിൽ 111 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബഷീർ, മുബശ്ശിർ എന്നിങ്ങനെ പേര് വന്നിട്ടുള്ളത്. എന്നാൽ നദീർ എന്ന പദം വന്നത് 222 തവണയാണ്. ഇരട്ടി.
اللهم رب هذه الدعوة التامة. അപ്പോൾ 100-ലധികം തവണ ബഷീർ എന്നും 200-ലധികം തവണ നദീർ എന്നും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പിൻ്റെ ഇരട്ടി താക്കീതാണ് വന്നിട്ടുള്ളത് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ 2200-ലധികം ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 700ഓളം ആയത്തുകൾ സ്വർഗവും 1400ഓളം ആയത്തുകൾ നരകവുമായി ബന്ധപ്പെട്ടതുമാണ്. ഈ ഇൻദാറിന്, താക്കീതിന്, മുന്നറിയിപ്പിനാണ് പ്രാധാന്യമുള്ളത് സന്തോഷത്തെക്കാൾ കൂടുതൽ എന്നർത്ഥം. അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ ഒരു കുട്ടിക്കാലത്ത്, നമ്മുടെ കൗമാരകാലത്ത് നിസ്കരിച്ചത് ആരെ പേടിച്ചിട്ടാ? പഠിച്ചവരെ പേടിച്ചിട്ടാ? അതോ വാപ്പാനെ പേടിച്ചിട്ടോ? വാപ്പാനെ പേടിച്ചിട്ടല്ലേ. വാപ്പാനെ സ്നേഹിച്ചിട്ടല്ല, പഠിച്ചവനെ സ്നേഹിച്ചിട്ടല്ല. നമ്മൾ നിസ്കരിക്കാത്തത് ഉമ്മ വാപ്പ വന്നാൽ ഉമ്മ വാപ്പാനോട് പറയും, വാപ്പാൻ്റെ ഒരു നല്ല പെട കിട്ടുമെന്ന പേടി കൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പം പേടിയാണ് എന്തിൻ്റെ അടിസ്ഥാനം? നന്മയിലേക്കുള്ള നമ്മുടെ പ്രചോദനം പേടിയാണ്, ഭയമാണ്. മറ്റൊരാളെ ഭയപ്പെട്ടുകൊണ്ട് ശീലമാക്കിക്കൊണ്ട് വന്ന ഒരു പരിപാടി, ഒരു സ്വഭാവം, അത് പിന്നീട് നമുക്ക് തക്ലീഫ് ഉണ്ടാകുമ്പോൾ, പ്രായപൂർത്തിയും വകതിരിവും ഉണ്ടാകുമ്പോൾ ശരിയായ രീതിയിലേക്ക് തിരിയലാണ് സാധാരണഗതിയിൽ. അയാളറിയും, പിന്നെ ഭാര്യ അറിയും, അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പാടില്ല എന്ന ചിന്തയിൽ നിന്ന് തുടങ്ങുന്ന ഒരു വൃത്തികേടിൽ നിന്നുള്ള പിന്മാറ്റം, ഭാര്യ പോളോട് പറഞ്ഞാലല്ലേ അറിയുള്ളൂ, പടച്ചോനിത് എപ്പോഴും അറിയുമല്ലോ എന്ന തിരിച്ചറിവിലേക്ക് മാറലാണ് സാധാരണ. അപ്പോൾ ഈ ഭയം എന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നുണ്ട്, വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക നിയമങ്ങളൊക്കെയും മദീനയിൽ അവതരിക്കുകയും തൗഹീദും ശിർക്കും സ്വർഗവും നരകവും മക്കയിൽ അവതരിക്കുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ വ്യക്തമായൊരു പ്ലാനാണത്. മദീനയിലല്ല വ്യക്തി കുടുംബ നിയമങ്ങൾ അവതരിച്ചത്, മക്കയിലാണ് എങ്കിൽ അത് ഞങ്ങൾ ഇങ്ങനെ അംഗീകരിക്കുമായിരുന്നില്ല. കാരണം മക്കയിൽ നിന്ന് ഞങ്ങൾ സ്വർഗം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നരകമാണ് പഠിച്ചത്. എന്ത് ചെയ്താലും നരകത്തിൽ പോകുമെന്ന ഒരു ചിന്ത ഞങ്ങളിലുണ്ടായി. സ്വാഭാവികമായി ഞങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. ഇത് ചെയ്താൽ, ഇത് പറഞ്ഞാൽ, ഇത് കണ്ടാൽ, ഇങ്ങനെ വിചാരിച്ചാൽ അവിടെ പോയാൽ നരകത്തിൽ പോകുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. സ്വർഗത്തിൽ പോകാൻ എന്തെല്ലാം ചെയ്യണം എന്ന ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടിരുന്നു. അവിടെ മുതലാണ് നിയമങ്ങൾ, വ്യക്തിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങിയത്. ഞാൻ പറയാൻ, നരകത്തിലിട്ട് പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എന്ന് തിരിച്ചറിവ് സമുദായത്തിനുണ്ടാകുമ്പോൾ അവരതിൽ നിന്ന് വഴിമാറും. അതല്ലാതെ ഈ സമുദായം വഴിമാറാൻ മാർഗമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, അങ്ങയെ നബിയെ നാം നിയോഗിച്ചത് ജനങ്ങൾക്ക് സാക്ഷിയായും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവനായും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനായുമാണ്. മറ്റൊരധ്യായത്തിൽ അള്ളാഹു പറയും, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതും താങ്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ 4 വ സിറാജൻ മുനീറ, അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രൂപത്തിൽ തെളിഞ്ഞു കത്തുന്ന ഒരു വിളക്കാകുന്നു താങ്കൾ. എന്തോരു പ്രയോഗം അത് നോക്കുകയാണ്. ഇവ സിറാജൻ, ഒരു വിളക്കാന്ന് പറഞ്ഞാൽ ചിമ്മിനി വിളക്കാണ്, ഒരു കരിന്തിരി കത്തലും, ഗ്യാസിലേക്ക് കഴിഞ്ഞ മണ്ണെണ്ണ കഴിഞ്ഞ പെട്രോൾ പൈസ എന്നൊക്കെ പറയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാജൻ മുനീറാന, എവിടെ നിന്ന് ആര് നോക്കിയാലും എപ്പോൾ അന്വേഷിച്ചാലും തെളിഞ്ഞ് കത്തുന്ന ഒരു വിളക്കിൻ്റെ വെളിച്ചം പോലെ താങ്കൾ പ്രസരിപ്പിച്ച വെളിച്ചം അവർക്ക് എവിടെയും കാണാൻ കഴിയും.
കാണാൻ കഴിയില്ലേ? നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും മഹോന്നതമായ സ്വഭാവ സംസ്കൃതിയുള്ള ഒരാൾ അവിടത്തേക്ക് മുമ്പും ജീവിച്ചിട്ടില്ല, അവിടുത്തോടൊപ്പവും ജീവിച്ചിട്ടില്ല, ഇന്ന് കാലം വരെയുമില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. എന്താ തെളിവ്? എന്താ തെളിവ്? തീർച്ചയായും ഇന്നക ലഅല ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു താങ്കൾ, നല്ല സർട്ടിഫൈ ചെയ്ത ആളാണ്. അതാണ് ആ സിറാജ മുനീറിലുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ വെളിച്ചം ഉൾക്കേണ്ടത്. നമ്മളെങ്ങനെയാണല്ലോ ഒരു വിളക്കുമ്പോൾ മറ്റൊരു വിളക്കുമ്പോൾ പണ്ട് കത്തിച്ചിരുന്ന സമയമുണ്ടല്ലോ അല്ലേ? ഇപ്പോഴാണല്ലോ ഈ റൂമിലേക്ക് ഇവിടെ ഒരു സ്വിച്ച്, ആ റൂമിലേക്ക് അപ്പുറത്തൊരു സ്വിച്ച് വേറെ വന്നത്. പണ്ട് അങ്ങനെയല്ലല്ലോ. ഒരു ചിമ്മിനി വിളക്ക് കത്തിച്ചാൽ അയിമ്പന്നാണ് പിന്നീട് ബാക്കി വിളക്കുകളൊക്കെയും കത്തിച്ചു കൊണ്ടുപോയിരുന്നത്. എന്നിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് പോവുകയായിരുന്നു നമ്മുടെ പരിപാടി. ഇതൊക്കെ ഒന്ന് ഓർക്കണത് നല്ലതാട്ടെ. നമ്മൾ വളർന്നു വന്ന വഴി, നമ്മൾ എത്തിപ്പെട്ട പുരോഗതി നമ്മളെ വന്ന വഴി മറപ്പിക്കുകയല്ല വേണ്ടത്, കൂടുതൽ വിനയമുള്ളവരാക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള മനസ്സ് നമ്മളിൽ ബാക്കിയുണ്ട് എന്ന് തിരിച്ചറിയുക. അതല്ലാതെ ഇപ്പോഴത്തെ കാലം മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ നമ്മൾ ആരായിരുന്നു എന്ന ചോദ്യം വരാനിരിക്കുന്നു. നമുക്ക് മറുപടി കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ ആ സിറാജ മുനീറ മറ്റുള്ളവർ പകരുന്തോറും പ്രകാശം കൂടിക്കൊണ്ടിരിക്കലാണല്ലോ അല്ലേ? അടുക്കളയിൽ ഒരു വിളക്ക് കത്തിക്കും, അതങ്ങനെ സിറ്റ് ഔട്ടിൽ, പിന്നെ ഡൈനിങ് ഹാളെന്ന് പറയുന്നത് ആ കൊലായ്മക്ക് വരും, പൂമുഖത്തേക്ക് വരും, അങ്ങനെ വന്ന് എല്ലാ റൂമിലും വരുമ്പോൾ അടുക്കളയിൽ മാത്രമായി ഉണ്ടായിരുന്ന ആ വെളിച്ചം നമ്മുടെ വീടിൻ്റെ വെളിച്ചമായി മാറി. വീട്ടിൽ നിന്ന് അത് ജനൽ വഴി മുറ്റത്തേക്കെത്തി. ആ വെളിച്ചം എവിടെ നിന്ന് ആർക്ക് നോക്കിയാലും ആ പെരയിൽ വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ഇപ്പോൾ ആൾക്കാർ ഉറങ്ങിയിട്ടില്ല എന്ന തിരിച്ചറിവ് വരും. ഇത് ഇസ്ലാമാകുന്ന ഈ പ്രകാശവും നമ്മളിൽ നിന്ന് ഇതുപോലെ മറ്റുള്ളവർക്ക് കിട്ടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്തിന് കിട്ടിയതുപോലെ മാത്രമല്ല, ഇന്നും നമുക്ക് പ്രകാശം ലഭിക്കുന്നത് ഈ ഈമാനികമായ ആധ്യാത്മികമായ ഈ ആത്മീയ വെളിച്ചം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ് അല്ലേ? അങ്ങനെ തിളങ്ങിക്കെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചത് എന്ന് പറഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സാഹിദും മുബശ്ശിറും നദീറും ദാഴിയും സിറാജും മുനീറും ഒക്കെയായി നിയോഗിച്ചത് ലിതുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കണം. ആ നിങ്ങളിൽ ഖുർആൻ്റെ ഈ ആയത്ത് വായിക്കുന്ന എല്ലാവരും ഉൾപ്പെട്ടു, മുസ്ലിമോ അല്ലാത്തവരോ ആവട്ടെ, അവരെല്ലാവരും ഉൾപ്പെട്ടു. ലിതുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്. ബില്ലാഹി, റബ്ബിൽ, അള്ളാഹുവിൽ. മതിയോ? വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിൽ റസൂലും വിശ്വസിക്കാൻ വേണ്ടിയാണ് നബി വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പോലെ കാര്യങ്ങളൊക്കെ മുറപ്രകാരം അങ്ങനെ നടക്കും. ഞാൻ പറയാ, രാഷ്ട്രീയക്കാർ എന്തെങ്കിലുമൊക്കെ അഴിമതി ആരോപണം വന്നാൽ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന പറയുന്നത് അർത്ഥം എന്താ? ഞങ്ങൾ ഇപ്പോഴത്തെ പുതിയ കാഴ്ചപ്പാടിൽ അതിൻ്റെ വഴിക്ക് പോകും, ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല. ആയതുകൊണ്ടൊന്നും ഇവിടെ കാര്യം നടക്കില്ല. ഓൻ്റെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്ന് പറയില്ലേ? അതേപോലെ നിയമത്തിൻ്റെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്കും പോകും. ഗവർണറെ തടയുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും പ്ലായിട്ട് പറയില്ല കേട്ടോ. ഗവർണറെ തടയുന്നത് വലിയ കുറ്റകൃത്യവും, എന്നാൽ മുഖ്യമന്ത്രിയെ തടയുന്നവരെ തല്ലുന്നത് വലിയ രാജ്യരക്ഷാ പ്രവർത്തനവുമായി മാറ്റപ്പെടുന്ന ഒരു കാലം പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതല്ല സംഗതി. ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വതുഅസ്സിറൂഹു, നിങ്ങൾ റസൂലിൻ്റെ സഹായികളാവണം. റസൂലിൻ്റെ സഹായികളാവും. യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവണം, റസൂലിൻ്റെ സഹായികളാവണം. അപ്പോൾ ആ ആയത്തിൽ സൂറത്ത് സഫിൽ അള്ളാഹിൻ്റെ സഹായികളാവണം എന്നും ഇവിടെ റസൂലിൻ്റെ സഹായികളാവണമെന്നും. അപ്പം കൂട്ടി വായിച്ചാൽ എന്താ കിട്ടുക? നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സഹായികളാവണം. മദ്ദീൻ എന്ന് ചോദിച്ചു, ഈ മതം എന്നാൽ എന്താണ്?
ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനാണ്, സുന്നത്താണ്, ആകാശത്ത് നിന്ന് ഇറങ്ങിയതാണ്, നബിമാരൊക്കെ പഠിപ്പിച്ചതാണ്, ഖിയാമത്ത് നാളോടെ നിലനിൽക്കേണ്ടതാണ്, തൗഹീദാണ് എന്നല്ല പറഞ്ഞത്. അദ്ദീനു അന്നസ്വീഹ. മതം എന്നത് നന്മ വരണം എന്ന ആഗ്രഹമാകുന്നു. ആർക്ക് നന്മ റസൂല്? ലില്ല, അള്ളാഹുവിന് നന്മ വരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അള്ളാഹുവിന് വിധേയപ്പെടുകയും ചെയ്യുന്നതാവണം. അതാണ് മതം. വലി റസൂലിഹി, റസൂലിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം. വലി ആമ്മത്തിഹിം, മുസ്ലിം ബഹുജന സാമാന്യത്തിന് ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള ദുന്യവിയും ഉഖ്റവിയുമായ പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കണേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാവണം മുസൽമാൻ. അതാണ് ദീന്. ലില്ലാഹി ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു, റസൂലിൻ്റെ സഹായികളാകണം. 14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയ റസൂലിനെ ഞാനിപ്പോൾ എങ്ങനെ സഹായിക്കാൻ ചോദിച്ചാൽ എന്താ അർത്ഥം? മറുപടി, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ സുന്നത്ത് പിന്തുടരുക എന്ന്. എൻ്റെ സുന്നത്ത് പിന്തുടരുക. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ. മക്കയിൽ ഇസ്ലാം ഞാൻ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചപ്പോൾ ആളുകൾക്കാർക്കും ഇതിന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സാധനമായിരുന്നു ഇത്. പിന്നീട് അതത് 150 കോടിയായി മാറും. പായലോ? പക്ഷേ വസയകൂനു കമാ ബദ വസയഊദു കമാ ബദ, തുടങ്ങിയ അവസ്ഥ തന്നെ ഇതിന് പിന്നെയും ഉണ്ടാകും. പേദശായില്ലേ? ഞാൻ മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്നതാണ് ഇസ്ലാം എന്നാണ് ഇപ്പോൾ വാദം, അല്ലേ? അള്ളാഹു അല്ലാതെ മുദബ്ബിറുൽ ആലം എന്നൊരു ശക്തിവിശേഷം ഇല്ല, ഉണ്ടാകാവതല്ലത് കടുത്ത ശിർക്കാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ പുത്തൻവാദി. വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഗുറബാ. അന്ന് ആ അപരിചിതത്വം പേറാൻ ആർക്കാണോ തൻ്റെ ഇടമുള്ളത് അവർക്ക് മംഗളാശംസകൾ. അവരാരാ? വഹുമുല്ലദീന യുഫ്സിദൂന യുസ്ലിഹൂന മാ അഫ്സദല്ലാഹു മിൻ ബഅദി മിൻ സുന്നത്തി. എനിക്ക് ശേഷം നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന എൻ്റെ മാതൃകകളെ തിരിച്ചു പിടിച്ച് നിലനിർത്താൻ ശ്രമിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷണം. ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു, റസൂലിനെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയേണ്ടതുണ്ട്. വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, അതോടൊപ്പം അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും പുകഴ്ത്തി പറയേണ്ടതുമുണ്ട്. സുബ്ഹാനല്ലാഹ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതുമുണ്ട്. ഇതാണ് ഇസ്ലാം നമ്മളിൽ നിക്ഷിപ്തമാക്കുന്ന ഉത്തരവാദിത്തം. അള്ളാഹിൻ്റെ സഹായി, റസൂലുള്ളാഹിൻ്റെ സഹായി, അള്ളാഹിനെ റസൂലിനെയും അംഗീകരിക്കുന്നവർ, അള്ളാഹുൽ റസൂലിലും വിശ്വസിക്കുന്നവർ, അള്ളാഹുവിനെ സമയം കിട്ടുമ്പോഴെല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ ആയി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരക്കാരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.